மேடம் வரண விவரத்துல போன் செய்தில்ல. எதுக்கு போன் பண்ணோம்? இன்னைக்கு டேட் என்ன? 10. 10ஆம் தேதி பேமெண்ட் குடுக்குறேன்னு ப்ரொடியூசர் சொன்னார்ல. மேடம் அது. ஹாய் ஆண்டி, வாங்க வாங்க உள்ள வாங்க. உள்ள வந்து உட்கார்ந்து பேசுற அளவுக்கு எனக்கு டைம் இல்ல. நான் ரிட்டர்ன் டிக்கெட்டோட வந்திருக்கேன். 2 நாள் கழிச்சு போலாம்ல, தனியா போர் அடிக்குது. இல்லம்மா, நான் உன்கிட்ட சொன்னேன்ல, ஊட்டில ஒரு எஸ்டேட் பேசிருக்கேன், அதுக்கு அட்வான்ஸ் கொடுக்கணும். ஆமா, ஏன் இன்னும் பேமெண்ட் வாங்காம இருக்க? அது பாவம், அந்த ப்ரொடியூசர் ரொம்ப நல்லவரு, அவர் நிச்சயமா கொடுப்பாரு. 2 நாள் கழிச்சு கொடுக்கறேன்னு சொன்னாரு. இத பார், இந்த சென்டிமெண்ட் எல்லாம் தேவையில்லை. இத மாதிரி நான் நிறையவே பார்த்திருக்கேன். எனக்கு இப்பவே பேமெண்ட் வந்தாகணும், இல்லனா நாளைக்கு நீ ஷூட்டிங் போக வேண்டாம். ஆண்டி, நான் போகலன்னா ஷூட்டிங் நடக்காது. எல்லாரும் ரொம்ப நல்லவங்க, கட்டாயமா கொடுப்பாங்க. பைத்தியக்காரி மாதிரி பேசாத. நாம இந்த தொழில் பண்றதே பணத்துக்காக தான். நீ ஆடுறது பாடுறது எல்லாமே இந்த பணத்துக்காக தாண்டி. உன்கிட்ட பேசி பிரயோஜனம் இல்ல. மேனேஜர், அந்த ப்ரொடியூசரை கூப்பிடுங்க. இனிமே செக் எல்லாம் வேண்டாம், எல்லாம் கேஷ் தான், பிளாக். அந்த ஆள் ஷூட்டிங் நடத்தினா என்ன, நடத்தாக்கட்டி எனக்கு என்ன? எனக்கு வேண்டியது பணம். கூப்பிடுங்க. அவள எது கேக்குறது? நான் சொல்றேன்ல. ട്രഷറിയിൽ എന്താ ഒരു തിരക്ക്? പെൻഷൻ മേടിക്കാൻ പോയാ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടും എന്ന് വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ? വയസ്സും പ്രായമല്ല, എല്ലാം ഒരു വകയാ. വരട്ടെ. എന്നാ ഞാൻ അടുത്ത മാസം കാണാം. അയ്യോ, അതെന്റെ കൃഷ്ണകുമാരനല്ലേ? മോനെ കൃഷ്ണകുമാരാ, കൃഷ്ണകുമാരാ. അയ്യോ അയ്യോ, നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛൻ വഴക്ക് പറഞ്ഞ ഈ കാര്യമാക്കോ? സാരില്ലടാ മോനെ. ദൈവമേ, ഇത്ര പെട്ടെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തോ? അയ്യോ അമ്മാവൻ. എന്താണ് കിടന്ന് കാണിക്കുന്നത്? ക്യാമറയുടെ മുന്നിലാണ് കോപ്രായം കാണിക്കുന്നത്. ഏതാണ് കളവൻ? നമ്മുടെ കൃഷ്ണകുമാരൻ സിനിമയിൽ അഭിനയിക്കാച്ചാ. ഇത് ഷൂട്ടിംഗ്. ഇത് ഞങ്ങളുടെ അച്ഛനാ. ഇതല്ല ഇത്. അച്ഛനായാലും അപ്പൂപ്പനായാലും കുറച്ച് വിവരവും സംസ്കാരവും ഒക്കെ വേണം. തലവേദന കേസുകൾ. സിനിമന്ന് ഡയറക്ടർ എന്നെ കട്ട് ചെയ്യോ? എന്റെ സംശയം അച്ഛൻ കുടുംബത്തിന് നിന്നെ കട്ട് ചെയ്യുമെന്ന്. ഇതാണ് പുതുമുഖങ്ങൾക്കൊന്നും ചാൻസ് കൊടുക്കാത്തത്. ഹീറോയിന്റെ മുടിഞ്ഞു റെക്കമെൻഡേഷൻ. ഷാജി സർ, നെക്സ്റ്റ് സോങ് കട്ടണം. യമന റെഡി ആയി നോക്കാം. ശരി സാർ. കോസ്റ്റ്യൂമർ സാർ, യമുന റെഡിയാണോ? റെഡി സാർ. மேடம், டைரக்டர் கூப்பிடுறாங்க, நீங்க ரெடியா? யாரோ போட்டோ எடுத்துட்டாங்க. என்ன பிரச்சனை? இவன் ஒளிஞ்சிருந்த மேடத்தோட போட்டோ எடுத்துட்டான். கொஞ்ச நாளா பாக்குற கேமராவோட இங்கேயே சுத்திட்டு இருக்கான். ആഹാ, താനായിരുന്നോ? അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ ഉള്ളിലിരിപ്പ്? ഒരു ഫോട്ടോ എടുത്ത് ആകാശം ഇടിച്ചു. ഷട്ട് അപ്പ്. എന്റെ അനുവാദം ഇല്ലാതെ നീ ഫോട്ടോ എടുക്കലടാ. ഈ കേസ് ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇവൻ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനാ. നേരത്തെ അച്ഛൻ, ഇപ്പൊ അപ്പച്ചിയുടെ മോൻ. എല്ലാരും കൂടെ കുളവാക്കി അടങ്ങുമല്ലേ? നാശം. എടാ, കൊറേ കാലായി നിനക്ക് 2 തരണെന്ന് വിചാരിച്ചിട്ട്. എടാ പൂത്തക്കോടന്റെ മോനെ, നീ എന്തിനാടാ ഞങ്ങളുടെ യമുനയുടെ പടം എടുത്തത്? മനസ്സുണ്ടായിട്ട് പോയി വല്ല പാറ്റയുടെയോ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ പറട്ടെ. നിന്റെ തന്ത പൂത്തക്കോടനെ കാണിക്കാനാണോടാ യമുനയുടെ ഫോട്ടോ? ആരാ ഫോൺ ചെയ്തത്? ആരാ പീഡിപ്പിച്ചത്? പീഡനത്തിനെതിരായ മിസ് യമുന റാണി എവിടെ? ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു. സമ്മതമില്ല. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും. എവിടെ അവൻ?
അത് ശരി, മുണ്ടും ഷർട്ടും ഒക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു നിന്റെ ഉദ്ദേശം അല്ലടാ? ഞാനല്ല സാർ, ഞാൻ ഫിലിം സ്റ്റാർ കൃഷ്ണകുമാർ ഈ പടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ഭ്രാന്തനായിട്ട് ജീവിക്കുന്നു എന്ന് പറ. ഒറിജിനൽ ഭ്രാന്തനെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ആരും ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. സാർ ഇവനാണ് ഫോട്ടോ എടുത്തത്, ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു. വെരി ഗുഡ്, താങ്ക് യു. പേരെന്താ പറഞ്ഞത്? ഗോപകുമാർ. നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല. ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്, മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഞാൻ ഇവിടെ SI ആയിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും ആയിക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷേ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല, അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്. അവൾ സർവസ്വമാണ്. ചേട്ടാ SI അല്ലേ, സാരില്ല. സോറി പെങ്ങളെ. ബെസ്റ്റ് വിഷസ്. കർത്താവേ, ഇയാൾക്ക് വട്ടാന്നാ തോന്നുന്നത്. ഷൂട്ടിംഗ് നടത്തിക്കില്ലേ? ഇയാള് പഴയൊരു നാടക നടനാ, മിണ്ടണ്ട. സ്ഥലം SI അല്ലേ? കോൺസ്റ്റബിൾസ്, ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ 1000 പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും. എവിടെ യമന റാണി? മൂക്കുകൊണ്ട് 1000 പ്രാവശ്യം അമ്മ അമ്മ. എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം ഇന്ദ്രജിത്ത്. ദാ ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാഡത്തിന്റെ അങ്കലാവണ്യം നശിപ്പിച്ചു കളഞ്ഞിരിക്കും. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മാഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം. ദാ. നോക്കണ്ട, മാഡത്തിന്റെ ഫോട്ടോ തന്നെയാണ്. മാഡത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഡം മടങ്ങുന്നവരെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു. ഇതുവരെ തല്ല് കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. കണ്ടവന്റെ തല്ലും വാങ്ങി പോലീസിന്റെ ഇടിയും കൊണ്ട് മൂക്കിന്റെ പാലവും തകർത്തോണ്ട് വന്നിരിക്കുന്നു എരപ്പാടി. നത്ത് ഇലയ്ക്കും പോലെ എന്തോന്നാടാ ഇത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയടാ. അയ്യോ അച്ഛാ, പോലീസുകാർ ഇടിച്ചില്ല, മൂക്ക് കൊണ്ട് 100 പ്രാവശ്യം അമ്മ എന്നെഴുതിച്ചതേ ഉള്ളൂ എന്നാ ഏട്ടൻ പറയണേ. 100 അല്ല 1000 പ്രാവശ്യം എഴുതിച്ചു. നന്നായി. ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? ആ ഇൻസ്പെക്ടർക്ക് നന്ദി പറയണം.